ചായ ഇട്ട് കുടിക്കുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ചായ അടുപ്പത്ത് വെച്ചപ്പം ഒരു കോള് വന്നു. പിന്നെ ആ കോള് സംസാരിച്ചുകൊണ്ടിരുന്ന് ചായയൊക്കെ തീർന്നു. അപ്പോഴത്തേന് ഓർത്ത് അയ്യോന്ന്. ഞാൻ പറഞ്ഞില്ല, നമുക്കിത് വലിയ പിടിയില്ലാത്ത മേഖലയാണ്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അതിന് ചുമ്മാ എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സന്തോഷം 2026 മനസ്സ് ഞാൻ പ്ലാൻ ചെയ്ത് മൊത്തം സന്തോഷം. ഇനി പക്ഷെ നമുക്ക് ചില നെഗറ്റീവ്സ് വരും. അതിനെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലോട്ട് കൺവേർട്ട് നമ്മുടെ മനസ്സിനെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിലോട്ട് ഇതാകത്തില്ല. ഞാൻ കുറച്ച് ഓവർ തിങ്കറാണ്. എന്തൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ആലോചിച്ചുകൊണ്ടിരിക്കും. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കും. പക്ഷെ ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചുമ്മാ പരിപാടിയൊക്കെ. ഞാനിപ്പോൾ ഷാർജ വന്നിട്ട് ഫെബ്രുവരി 7 ആകുമ്പോൾ 2 വർഷം തികയും. വലിയൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ സഡനായിട്ട് ഉള്ളൊരു തീരുമാനമായിരുന്നു ഷാർജയിലോട്ടുള്ള ഈ വരവ്. പെട്ടെന്ന്, അതായത് ജാനുവരി 31 ഞാൻ എൻ്റെ CV അയച്ചു കൊടുക്കുന്നു. ഫെബ്രുവരി 8 ഞാനിവിടെ വരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ എന്നിട്ട് എപ്പോഴും പറയും, ദൈവം എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. കാരണം ഞാൻ ഒരിക്കലും ദുബായ് വന്ന് വർക്ക് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പെട്ടെന്ന് സംഭവിച്ചതാണ്. ഇപ്പം നമ്മുടെ സലൂണിനാലും കുറേ ആൾക്കാർ വന്നിട്ട് എപ്പോഴും വേക്കൻസിയൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, ദൈവം അങ്ങനെ എന്നെ എടുത്തിട്ട് പോകുന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം ഈ സലൂണിൽ നിന്ന് ഞാൻ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊണ്ട്. ഇപ്പം എന്തോ ചില കാര്യങ്ങൾ നമുക്കൊരു ഞാനൊരു 100% എല്ലായിടത്തും 100% ജെന്യൂനായിട്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മനസ്സിൽ വെച്ചിട്ട് ഒരാളോടൊന്നും എനിക്കിപ്പോൾ ചിരിച്ച് സന്തോഷമായിട്ട് പെരുമാറാൻ അറിയില്ല. എനിക്ക് ദേഷ്യമാണ്. എനിക്ക് ഒരു ദേഷ്യമാണ്, അതെൻ്റെ മുഖത്ത് കാണും. എനിക്കങ്ങനെ ആക്ട് ചെയ്യാനൊന്നും എനിക്കങ്ങനെ വലിയ പിടിയൊന്നുമില്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ചില ആൾക്കാർ ഓരോ ആൾക്കാരോട് ഓരോ രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കാം, ഭയങ്കര സോഫ്റ്റായിട്ട്. ഞാൻ വിചാരിക്കും, എനിക്ക് പറ്റില്ല. ഇപ്പം എത്ര സോഫ്റ്റായിട്ട് തുടങ്ങിയത് 2 മിനിറ്റിനുള്ളിൽ എൻ്റെ ഇങ്ങനെയുള്ള ഈ സൗണ്ട് കിരിക്കിരാന്നുള്ള സൗണ്ട് വരും. എനിക്ക് അതേ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം എനിക്കൊരു എന്തോ ഒരു വളരെ ഓക്കെയാണ് ഞാനും. പക്ഷെ എന്നാലും എനിക്ക് എന്തോ മനസ്സിനകത്തൊരു നെഗറ്റീവ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു മാറിയേക്കാം. ഞാൻ പൈസ അതിനൊക്കെ ഉപരി ഭയങ്കര ഇപ്പോൾ വേറെ പല കാര്യത്തിനും ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ്. വാക്ക്, വില, ഇതിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന. എനിക്ക് പൈസ എപ്പോഴും സെക്കൻഡ് ഓപ്ഷനായിട്ടേ ഞാൻ വെക്കുള്ളൂ. സിൻസിയാരിറ്റി, പിന്നെ അതുപോലെ തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പണ്ടുള്ള ആൾക്കാർ പറയില്ലേ, സ്വരം നന്നാകുമ്പോഴേ പാട്ട് നിർത്തുവാന്ന്. നമ്മൾ ഒരിടത്തുനിന്ന് പോകുമ്പോൾ സന്തോഷമായിട്ട് പോകണം. അപ്പം ഇന്നൊരു അടിയിട്ടിട്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പം എന്തോ ഒരു മാറാമെന്നുള്ള മനസ്സിലുള്ളൊരു ഇത് വന്നു. ഇപ്പം ഞങ്ങളുടെ ഓണർ വന്നപ്പം പറഞ്ഞു, ഞാൻ മെയ്യോടുകൂടി എന്തായാലും സ്റ്റോപ്പ് ചെയ്യുമെന്ന്. അപ്പം ഞാനത് പറഞ്ഞപ്പം മുതൽ നൂറിന് ഭയങ്കര സങ്കടമായിട്ടിരിക്കുക. അവളെപ്പോഴും പറയും, കുറേ മലയാളി സ്റ്റാഫുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്, എല്ലാവരുമായിട്ടും ഭയങ്കര പ്രശ്നമായിരിക്കും, നീ മാത്രമാണ്, അവൾ ആകെ ഒരു മലയാളിയെ കണ്ടെങ്കിൽ വഴക്കിടാത്ത നീ മാത്രമാണെന്ന് എന്ന് പറയും. അവളെല്ലാ വീക്കെൻഡ്സും അങ്ങ് ദുബായിലോട്ട് പോകുമായിരുന്നു. അവിടെ കസിനുണ്ട്. അവൾ എന്നിട്ട് ട്യൂസ്ഡേ മാത്രമേ വരത്തുള്ളൂ. മൺഡേ അവിടെ ഓഫ് കൂടെ കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ വരത്തുള്ളായിരുന്നു. ഇപ്പോൾ അവൾ പോത്തേ ഇല്ല, ഇവിടെ ഇരിക്കും, പോകത്തില്ല. അവർ വിളിക്കുമ്പോൾ മാത്രമേ അവളൊന്ന് പോയിട്ട് അവൾ പറ്റുമെങ്കിൽ അവൾ മൺഡേ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലിരിക്കുക. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എന്നോട് നീ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ന്. പക്ഷെ അത് അവൾ മാത്രമേ പറയാറുള്ളൂ കേട്ടോ. സാധാരണ വീട്ടിലൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര വഴക്കാളിയാണ്. വഴക്കാളി സ്വഭാവം അല്ല എൻ്റെ. എന്താ പറയുന്നത്, ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് തർക്കിക്കും. അതിപ്പം ആരോട് നന്ദിയില്ല, അവർ റോങ് ആണെങ്കിൽ ഞാൻ തർക്കിക്കും. ഞാൻ പറയും, ഞാൻ അതിന് വീട്ടിൽ വഴക്കണമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഭാഗത്ത് റൈറ്റ് ഉണ്ടെങ്കിൽ ദൈവം വന്നാലും ഞാൻ ദൈവത്തിനോട് നിന്ന് തർക്കിക്കും. എൻ്റെ ഭാഗത്ത് റൈറ്റ് ആണെങ്കിൽ. ഇനി എൻ്റെ ഭാഗത്ത് റൈറ്റ് അല്ല, ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ അവിടെ തർക്കിക്കാനൊന്നും നിൽക്കത്തില്ല. ഞാനത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് എപ്പോഴും. എൻ്റെ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ സൈലൻ്റായിട്ട് മാറി നിൽക്കാറേ ഉള്ളൂ. ഞാൻ അവിടെ കയറി ബഹളം വെക്കാൻ നിൽക്കാറില്ല. അതെനിക്കിഷ്ടമല്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു, ഇപ്പം കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അനുഭവമായിരിക്കും. നമ്മൾ റൈറ്റ് ആകുമ്പം നമ്മൾ ഒച്ച എടുത്ത് സംസാരിക്കും. അപ്പോൾ ഈ ഒച്ച എടുക്കുന്നവർ എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ കാമാൻ ക്വയറ്റായിട്ട് നിന്നിട്ട് നമ്മളെ ബ്ലെയിം ചെയ്യും. പക്ഷെ അത് നമ്മൾ കറക്റ്റാന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒച്ച എടുക്കുന്നത്. അത് എപ്പോഴും കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കണമെന്നില്ല.